ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ സൂക്ഷിപ്പിനെ കുറിച്ചാണ്. ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സൂക്ഷിപ്പിനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ അടുക്കൽ ആരെ ആശ്രയിക്കുമോ അവരെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയാലും ദൈവജനത്തിന് ഒരു ശുഭതയുണ്ട്. കാരണം ദൈവമാണ് മനുഷ്യന്റെ സൃഷ്ടിതാവ്. സൃഷ്ടിച്ചവനെ ശുഭതയോടെ കാക്കുവാനും സൂക്ഷിക്കുവാനും കരുതുവാനും നടത്തുവാനും നിത്യതയെ കൊണ്ടെത്തിക്കുവാനും കഴിയും. ആ മുൻകൂട്ടിലൂടെ യാത്ര ചെയ്യേണ്ടത് മനുഷ്യവർഗത്തിൻ്റെതായ കടമയാണ്. മനുഷ്യരായ നാം പലപ്പോഴും നമ്മുടെ യുക്തി പറയുന്നത് പോലെ യാത്ര ചെയ്തുകൊണ്ട് പല പരാജയങ്ങൾ വരുന്നു. ദൈവത്തിന്റെ വഴികളിലൂടെ നാം യാത്ര ചെയ്താൽ ജീവിതം ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഇന്ന് ലോക രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം പലരുടെയും ദൃഷ്ടിയിൽ പ്രതികൂലമായും പല മനസ്സുകളും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ എന്ത് സംഭവിക്കും, എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാതെ പല കുടുംബങ്ങളും വ്യക്തിപരമായി നിരാശയിലൂടെ കടന്നു പോകുന്ന ലോക ജനതയോട് എനിക്കിന്ന് പകൽ പറയുവാനുള്ള ദൈവീയ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം അറിയാതെ ഈ ലോകത്തിലൊന്നും സംഭവിക്കുന്നില്ല. ദൈവം അതതിന്റെ സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ തലയിലെ രോമം നിലത്ത് വീഴണമെങ്കിലും അത് ദൈവം അറിഞ്ഞിട്ട് സംഭവിക്കത്തുള്ളൂ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി മുതൽ നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വഴി വിട്ട് പോയി അനുസരണക്കേട് കാണിച്ചപ്പോൾ പാപത്തിന് അവരുടെ ജീവിതത്തിൽ വാഴുവാൻ ആരംഭിക്കുവാൻ ഇടയായിത്തീരുന്നു. അതിന്റെ പരിമിത ഫലമെന്ന് പറഞ്ഞാൽ ശാപവും മരണവും ഏതേനിൽ ആരംഭിക്കുവാൻ ഇടയായി. അതിന്നും പരമ്പരയുമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേങ്കിൽ ആ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതെന്നുള്ള സത്യം ഇന്ന് പലരും മറന്നു പോകുന്നു. യേശുവിനെ ആര് വിശ്വസിക്കുന്നു അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും രക്ഷ തരുവാൻ യേശു മതിയായവനാണ്. നാം ചരിത്രം പഠിക്കുമ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ കാലാകാലങ്ങളിലും പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ നേരിട്ടു. മഹാവ്യാധി പോലെ അനേക ഇടങ്ങളിൽ ആയിരക്കണക്കിന് ജനം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയതായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ന് ആരംഭിച്ചതല്ല, ഈ 2020 വന്നതല്ല കൊറോണ എന്ന് പറയുന്നത്. ബൈബിൾ 30 മുതൽ പഠിക്കുമ്പോൾ പല ഭാഗങ്ങളിലും മഹാവ്യാധിയാൽ ജനം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നഷ്ടപ്പെട്ടു പോകുന്നവരുടെ നടുവിൽ എവിടെയും ഒരു പ്രത്യേക ശേഷിപ്പുണ്ടായിരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ ശേഷിപ്പ് ആരായിരുന്നു? ദൈവത്തെ അന്വേഷിക്കുന്നവരെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കത്തില്ല എന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗ്ഗത്തിൽ നോക്കുന്നു. ഇന്ന് ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവം സൂക്ഷിക്കുന്നവരാണ്. ഉൽപ്പത്തിയിൽ ദൈവം കരുതിയ, ദൈവം സൂക്ഷിച്ച, ഒറ്റപ്പെട്ടു പോയെന്ന് കരുതിയ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഇന്ന് പകൽ ഈ സമയം നിങ്ങളോട് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്കൊരു യാക്കോബിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ യാക്കോബിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ അബ്രഹാം ദൈവത്തെ അനുസരിച്ച് യാത്ര ചെയ്തു. ദൈവം വിളിക്കൊത്തമണ്ണം ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് അബ്രഹാമിന് അറിഞ്ഞൂടായിരുന്നു. ജന്മനെ അവൻ ബിംബാരാധനയും ദൈവത്തെ കൈകൊണ്ട് നിർമ്മിച്ച അബ്രഹാമിന്റെ പിതാവായ തേരക് ബിംബങ്ങളെ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നു. ആ പാരമ്പര്യം പിന്തുടർന്നവനായിരുന്നു അബ്രഹാം. അതിന്റെ പിൽക്കാലത്തിലേക്ക് നാം നോക്കുമ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത് മുഖേന നീതിയായി കണക്കിട്ട് അവന്റെ തലമുറകളെ അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ പാരമ്പര്യമായി അടുത്ത തലമുറ നോക്കുമ്പോൾ ഇസഹാക്കിനെ കാണുവാൻ കഴിയും. ഇസഹാക്കും ദൈവത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്തു. ഇസഹാക്കിന് ലഭിച്ച തലമുറയായിരുന്നു യാക്കോബ്. ഒത്തിരി പേരുണ്ടെങ്കിലും ആ ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. യാക്കോബിന്റെ പുസ്തകം 30 പുസ്തകം 28-ാം അധ്യായം അതിന്റെ 14 യാക്കോബിനെ ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മാതാപിതാക്കളെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു യാക്കോബിനെ കാണുവാൻ കഴിയും. ആ യാക്കോബിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വന്നു. അവന് വാക്തത്വം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ദൈവമുള്ളവനും പ്രശ്നം വരും, ദൈവമില്ലാത്തവർക്കും പ്രശ്നം വരും. ദൈവത്തെ ആരാധിക്കുന്നവർക്കും പ്രശ്നം വരും, ദൈവത്തെ ആരാധിക്കാത്തവർക്കും വരും. പ്രശ്നം സ്വാഭാവികമാണ്. പക്ഷേ വിടുവിക്കുന്നത് ദൈവമാണ്. ദൈവത്തെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ആ ദൈവം ഏത് തീച്ചുളയിലും ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ ഇടയായിത്തീരും. ഇതാ യാക്കോബിന്റെ ജീവിതം നോക്കുമ്പോൾ ദൈവത്തെ പാരമ്പര്യമായി ക്രിസ്ത്യ കുടുംബത്തിൽ അഥവാ ദൈവത്തെ ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. യാക്കോബിന്റെ ജീവിതത്തിലും പ്രശ്നം കടന്നു വരുവാനിടയായി. യാക്കോബിനോട് കൂടി ദൈവം യാക്കോബ് ജനിക്കുമ്പോൾ തന്നെ യാക്കോബ് ദൈവത്തിന്റെ മുഖത്ത് നോക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാക്കോബിനോട് ദൈവം സംസാരിക്കുവാനിടയായി. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കാം, ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കാം. കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും എല്ലാവരും പരക്കും, അവർ വിശാലമായി വളരും, അവർ ഒരു വലിയ ജനമായി തീരും. ഒത്തിരി വാഗ്ദത്തങ്ങൾ യാക്കോബിന് ദൈവം കൊടുത്തു. അതിന് 28-ന്റെ 14 നാം വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം കാണുവാൻ കഴിയും. നിന്റെ
സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ ഒരുവൻ അറിഞ്ഞ് സേവിച്ച് മുമ്പോട്ട് പോയാൽ ആ വ്യക്തിയെ മുടിച്ചു കളയുന്നവനല്ല ദൈവം. ഇവിടെ പറയുന്നു, നീ മാത്രമല്ല നിന്റെ സന്തതിയും ഹല്ലേലൂയ തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും എല്ലാം ഇത് പരക്കും. 4 ഭാഗത്തായിട്ട് ഹല്ലേലൂയ വർദ്ധിപ്പിക്കുന്നവനാണ് ദൈവം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ രാജ്യത്ത് നേരിടുന്ന കൊറോണ എന്ന പ്രശ്നത്തെ ഓർത്ത്, രോഗത്തെ ഓർത്ത്, ഇന്ന് മഹാമാരി എന്നും ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആ രോഗത്തെ ഓർത്ത്, ആ പ്രശ്നത്തെ ഓർത്ത് നീ ഭാരപ്പെടുകയാണോ? ഒരിക്കലും മഹാമാരി നിന്നെ നശിപ്പിക്കത്തില്ല. ബൈബിൾ പറയുന്നു ഹല്ലേലൂയ നീ വർദ്ധിപ്പിക്കും. യാക്കോബിനോട് പറഞ്ഞു, നീ വർദ്ധിക്കും. നീ മാത്രമല്ല നിന്റെ തലമുറ വർദ്ധിക്കും. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നിന്റെ ജീവിതം കൊണ്ട് ഒതുങ്ങത്തില്ല. നീ നിന്റെ പട്ടണം വിട്ട് രാജ്യങ്ങളിലോട്ട് യാത്ര ചെയ്യും. ലോകത്തിന്റെ 6 വൻകരകളിലേക്കും വ്യാപിച്ച് കിടക്കുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഒരു ഇടം കൊണ്ട് ഒതുങ്ങുന്നതല്ല സുവിശേഷം. സുവിശേഷത്തെ ആരെങ്കിലും വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സുവിശേഷത്തിന് സ്ഥാനം കൊടുക്കുവാനും ദൈവത്തെ അറിയുവാനും ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാനും തയ്യാറായാൽ ആ വ്യക്തിയെ മാത്രമല്ല അവന്റെ കുടുംബത്തെ ഉയർത്തി മാനിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. എന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞാൽ ഒത്തിരി സാക്ഷികളുടെ ജീവിതമാണ്. ഇന്ന് ഞാൻ ആ ഭാഗങ്ങളിലോട്ട് പോകുന്നില്ല. വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇതാ ഹല്ലേലൂയ പല ഭാഗത്തിലോട്ടും തലമുറകൾ പരക്കുമെന്ന് പറയുവാനിടയായി. യാക്കോബിന്റെ ജീവിതത്തിൽ വാഴ്ത്തത്വം ലഭിച്ചു. പക്ഷേ വാഴ്ത്തത്വം ലഭിച്ചെങ്കിലും ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ താൻ ഒറ്റപ്പെട്ട അവസരങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദനെ നിന്റെ ജീവിതത്തിൽ ഒത്തിരി വാഴ്ത്തത്വങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നീ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയായിരിക്കാം, സ്നാനപ്പെട്ടെന്ന് അഭിമാനിക്കുന്ന വ്യക്തിയായിരിക്കാം, തിരുമേശ അനുഭവിച്ച വ്യക്തിയായിരിക്കാം, സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നലകളിൽ സ്തോത്രം ഏത് വഴിയിലൂടെ യാത്ര ചെയ്തു ദൈവം ചോദിക്കുന്നില്ല. ഇന്ന് ഈ ശബ്ദത്തിന്റെ മുമ്പിൽ ദൈവത്തെ സ്വീകരിക്കുവാൻ, ദൈവത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നിനക്ക് തയ്യാറാണോ? എങ്കിൽ ദൈവം നിന്നെ മാനിക്കുവാനിടയായി തീരും. ഇവിടെ നോക്കുമ്പോൾ യാക്കോബ് മാതാവിന്റെയും പിതാവിന്റെയും വാക്ക് അനുസരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നീ അനുസരിച്ചാൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. 28:1 തന്നെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അനന്തരം ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് പറഞ്ഞത്. അവിടെ ദൈവം യാക്കോബിനെ ദൈവം മാത്രമല്ല അനുഗ്രഹിച്ചത്, മാതാവും പിതാവും അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹം എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സ്തോത്രം. ഇന്ന് നാം ലോകത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ മാതാവിന്റെയും പിതാവിന്റെയും ശാപമേറിക്കൊണ്ട് ജീവിക്കുന്ന പലരും കാണുവാൻ കഴിയും. നമുക്ക് സ്തോത്രം അവരുടെ ശാപം ഫലിക്കുമോ എന്ന് ചോദിക്കുന്നവർ കാണാം. ഒരു പക്ഷേ നീ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ചാൽ ഒരു ശാപവും നിനക്ക് ഫലിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നാം ലോകത്ത് നോക്കുമ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. അതാ ബൈബിൾ പറയുന്നു, അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. മറക്കാത്ത ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ആരൊക്കെ മറന്നോട്ടെ, നിന്നെ ദൈവം മറക്കത്തില്ല. ആരോ എവിടെയൊക്കെ നിന്നെ മറന്നുപോയി, സഹായിക്കാം, ഉയർത്താം, മാനിക്കാം, കരുതാമെന്ന് പറഞ്ഞ് നിന്നെ വിട്ടുപോയെങ്കിൽ ഇന്ന് മുതൽക്കാലം ഈ സമയം ആത്മാവിനോട് സംസാരിക്കുന്ന ദൈവശബ്ദം ഇതാ, കരുതുവാനും കൂടെ നടത്തുവാനും ഇരിക്കുവാനും സൂക്ഷിക്കുവാനും കഴിയുന്ന ഒരു ദൈവം ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ, ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ, ഏത് വേദനയുടെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പരാജയപ്പെട്ടിരിക്കുന്ന ദൈവം കുഞ്ഞെ, നീ പരാജയപ്പെട്ടു പോകേണ്ട. നിന്നോട് കൂടെ വിളിച്ചവൻ കൂടെയുണ്ട്, നിന്നെ ഉരുവാക്കിയവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് ഈ സമയം നിന്നോട് സംസാരിക്കുന്നു. അവൻ നിന്നെ അനുഗ്രഹിക്കും, അവൻ നിന്നെ വർദ്ധിപ്പിക്കും, അവൻ നിന്നെ സൂക്ഷിക്കും. കാരണം ഏത് പ്രതിസന്ധിയിലും സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേക സൂക്ഷിപ്പ് നമുക്കിവിടെ കാണുവാൻ കഴിയും. യാക്കോബ് ദൈവത്തിന്റെ മാതാപിതാക്കളുടെ വാക്ക് കേട്ടുകൊണ്ട് ആ പറഞ്ഞ സാഹചര്യം ആ ഭാഗത്തിലോട്ട് ഞാൻ പോകുന്നില്ല, ആ വിഷയത്തെ ഞാൻ ഈ സമയം എടുക്കുന്നില്ല. വാക്കനുസരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ വാക്കനുസരിച്ചുകൊണ്ട് സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ തന്റെ വഴി യാത്രയിൽ തനിക്ക് ക്ലേശം നേരിടുവാനിടയായി. ഇന്ന് ജീവിതത്തിൽ പലപ്പോഴും വഴിയാത്രയിൽ ക്ലേശമാണോ? ഹല്ലേലൂയ. രോഗത്തെ കണ്ട് പതറുകയാണോ? കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണോ? ഉപജീവന മാർഗങ്ങളില്ലാതെ വേദന അനുഭവിക്കുകയാണോ? ഏത് പ്രശ്നമായി കൊള്ളട്ടെ, പ്രശ്നം ഏതൊന്നും ദൈവം ചോദിക്കുന്നില്ല. പ്രശ്നങ്ങളെ നടുവിൽ തീർപ്പ് തരുവാൻ കഴിവുള്ളവനെ നിനക്ക് നമുക്ക് വിശ്വസിക്കുവാൻ തയ്യാറാണോ? എങ്കിൽ അവൻ നിന്നെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ നാം ഈ അധ്യായം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏകാന്തത ഈ യാത്രയിൽ തന്റെ ജീവിതത്തിൽ നേരിട്ടു. ഹല്ലേലൂയ. മാതാപിതാക്കളുടെ അനുഗ്രഹവും മേടിച്ചുകൊണ്ട് പോയവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിച്ച്
സമർപ്പിക്കപ്പെട്ട യാക്കോബ് എന്തുകൊണ്ട് ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ നിരാശപ്പെടുന്ന അനുഭവം വന്നു എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ദൈവമേ അടുത്തൊരു പദ്ധതിയിലേക്ക് നിന്നെ കയറ്റണമെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം നിന്നെ നിവർത്തിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്നെ നിവർത്തിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിച്ച വഴികളിലൂടെ പോയേ പറ്റത്തുള്ളൂ. യാക്കോബ് ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഈ പോകുന്ന യാത്രയിൽ എന്റെ ജീവിതത്തിൽ ഒരു അന്ധകാരം വരാൻ പോകുന്നു എന്ന്. ഇവിടെ നാം പഠിക്കുമ്പോൾ യാക്കോബ് ഈ പോകുന്ന യാത്രയിൽ സൂര്യൻ ഒരു ദിവസം അസ്തമിക്കുവാനിടയായി തീർന്നു. എല്ലാ സഹായകസ്തങ്ങളും നഷ്ടപ്പെട്ടു പോയ സാഹചര്യം, പ്രതികൂലം തന്നെ മുക്കിക്കളയുമെന്ന് തോന്നിയതായ ജീവിതയാത്രയിൽ ഹല്ലേലൂയ താൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ താൻ പതറിയില്ല. ഇന്ന് പലർക്കും വരുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ എന്തിന് ജീവിക്കുന്നു, മരിച്ചാൽ പോലെ ആരുമില്ലാത്ത ജീവിതം ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ ഗ്രാമത്തിൽ കർത്താവിനെ നോക്കിയിരുന്നെങ്കിൽ അവിടെ കാര്യമായ സ്വന്തം അനുവദിക്കത്തില്ല. ഇവിടെ നാം നോക്കുമ്പോൾ ആ ഇരുട്ടിന്റെ അനുഭവം കടന്നു വരുമ്പോൾ യാക്കോബ് എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായ അവസ്ഥയിൽ ഹല്ലേലൂയ ലൂസ് എന്ന പട്ടണത്തിൽ താൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇതാ സൂര്യൻ അസ്തമിച്ചു പോയി. തന്റെ ലക്ഷ്യസ്ഥാനത്ത് താൻ എത്തിച്ചേർന്നില്ല. ഈ യാത്രയിൽ പകുതിയിൽ വെച്ച് സൂര്യൻ അസ്തമിച്ചു പോയി. സൂര്യൻ അസ്തമിക്കുക എന്ന് പറയുമ്പോൾ ഇരുട്ടെന്ന് പറയുമ്പോൾ ഇരുട്ടിനെ ആരും ഇഷ്ടപ്പെടാറില്ല. ഇരുട്ടിൽ പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, വന്യമൃഗങ്ങൾ വരാം, പൗരമായ മൃഗങ്ങൾ വന്ന് കടിച്ചു കീറാം. ഇരുട്ടിൽ എന്തും സംഭവിക്കാം. ഇരുട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് മരണമാണ്, അനർത്ഥമാണ്. കള്ളന്മാര് മുടിക്കുവാൻ വരുന്ന സമയമല്ലേ. പക്ഷെങ്കിൽ ആ ഏകാന്തതയുടെ നടുവിലും അവനെ കാണുന്ന ഒരു ദൈവം അവിടെ ഉണ്ടായിരുന്നു. ദൈവം ഇതിനെ ഇന്ന് ഈ സമയം വചനം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിരാശയിലൂടെ കടന്നു പോകുന്ന ഏത് അവസ്ഥയിൽ എവിടെ ഇരിക്കുന്നോ അവിടെ ഇറങ്ങി വന്ന് സ്വർഗം നിങ്ങളെ പൊക്കിക്കൊണ്ട് വരുവാനിടയായി തീരും. ദൈവം എങ്ങനെയാ ഒരു വ്യക്തിയെ പിടിപ്പാൻ ഇറങ്ങി വരുന്നത്? നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഇതാ ഹല്ലേലൂയ, ഈ ഏകാന്തതയിൽ സൂര്യൻ അസ്തമിച്ച് ലൂസ് എന്ന പട്ടണത്തിൽ താൻ ഇങ്ങനെ ഇരുന്ന് രാത്രിയിൽ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ ബൈബിൾ പറയുന്നു അവിടെ ഇതാ ഒരു സൈന്യം ദൂതന്മാർ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, അതാ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ ഭക്തന്മാരെ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വരും. ഈ വർഷം ദൈവം എന്നോട് കഴിഞ്ഞ ആഴ്ചകളിലായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവശബ്ദം ഇതായിരുന്നു: ഒരനർത്ഥം ദുഷ്ടനെ കൊല്ലും, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ചുറ്റുപാടും പ്രശ്നങ്ങൾ, കൊറോണയാൽ അനേകർ മരണപ്പെട്ടു പോകുമ്പോൾ, അനേക വിഷമതയിലൂടെ അനേകർ ഫോൺ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കപ്പെടുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞ ആ ഒരു ശബ്ദം ഇതായിരുന്നു: ഹല്ലേലൂയ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം, അവയെല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കും. ദൈവത്തിന്റെ വിടുവിപ്പ് യാക്കോബ് നേരിട്ട് അനുഭവിക്കുവാനിടയായി തീർന്നു. ഇതാ ലൂസ് എന്ന പട്ടണം എന്ന് പറയുമ്പോൾ, ലൂസ് എന്ന പദം പറയുന്നത് ഒരു അയഞ്ഞ അവസ്ഥ, ഹല്ലേലൂയ, ഉറപ്പില്ലാത്തൊരവസ്ഥ. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും അയഞ്ഞു കിടക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അതിനെ ഉറപ്പ് തരുന്നവൻ അവിടെ ഇറങ്ങി വരും. അവിടെ ദൂതൻ, ഒരു സൈന്യം ദൂതന്മാർ അവിടെ കൂട്ടമായി യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്നു. യാക്കോബ് ഒരു കല്ലെടുത്ത് വെച്ച് തനിയിണയായി വെച്ച് ആ സ്ഥലത്തിൽ കിടന്നിങ്ങനെ വിശ്രമിക്കുകയാ. തനിക്ക് ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥ വന്നോന്ന് താൻ ചോദിച്ചിരുന്നില്ല. രാത്രി ഞാൻ ഒറ്റയ്ക്കല്ലേ എന്നോർത്ത് താൻ തീർന്നില്ല, ഭയന്നില്ല, നിരാശപ്പെട്ടില്ല. അതാ യാക്കോബിന്റെ വിശ്വാസം. ദൈവം ഇവിടെയും ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഏത് വിഷയങ്ങളിലൂടെ നീ കടന്നുപോയാലും ചോദ്യം ചെയ്യരുത്. നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചോദിക്കരുത്. ഹല്ലേലൂയ, എല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മുന്നമേ ദൈവം ഓരോന്നും നിർണയിച്ചിട്ട ദൈവം അതിനെ ഓരോ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നത്. അവിടെ ഒരു സൈന്യം ദൂതന്മാർ ഇതാ രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ്. ഗോവേണി വഴി ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ എത്തുന്ന ഒരു ഗോവേണി വഴി ദൂതന്മാർ ഉയരങ്ങളിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഒരു ദൂതനല്ല, സൈന്യമായി ദൂതന്മാർ ഇറങ്ങി വരുന്നു. ഇന്ന് ഈ സമയം ദൈവത്തിലെ നിനക്ക് ചുറ്റും ഒരു സൈന്യം ദൂതന്മാരുണ്ട്. ഓരോ ദൂതന്മാരും ഓരോ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. നിന്നെ ദൈവം വിളിക്കുമ്പോൾ തന്നെ ദൂതനോട് കൽപ്പിച്ചിട്ടാണ് നിന്നെ ഓരോ സ്ഥാനത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. പലപ്പോഴും അത് പലരും അറിയുന്നില്ല. ഇവിടെ യാക്കോബും അറിഞ്ഞില്ല. ദൂതന്മാർ ചുറ്റും നിൽക്കുന്നത് തന്റെ കണ്ണുകൊണ്ട് താൻ കണ്ടില്ല. പക്ഷെങ്കിൽ കാണാതെ ഹല്ലേലൂയ ഒറ്റയ്ക്കായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുന്ന യാക്കോബിനെ തട്ടി ഉണർത്തിക്കൊണ്ട് ദൈവം നിന്നോട് ഇവിടെ ഉണ്ടെന്ന് ദൈവം നേരിട്ട് കാണിച്ചു കൊടുക്കുക. ഇന്ന് പലർക്കും പലത് കണ്ടാലും, പല വിടുതലുകൾ അനുഭവിച്ചാലും, പല ദൈവശബ്ദം കേട്ടാലും യേശുവാണ് ദൈവം എന്ന് പറഞ്ഞവനെ ആരാധിക്കുവാൻ, ആത്മാവിലും അഭിഷേകത്തിലും ആരാധിക്കുവാൻ, വീണ്ടും വരാമെന്ന് പറഞ്ഞ് കർത്താവിനെ നമസ്കരിക്കുവാൻ
പലപ്പോഴും പലരും തയ്യാറാകുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവവേദനെ എത്രയോ അനർത്ഥങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവം അവിടെ ദൂതനെ അയച്ച് പിടിപ്പിച്ചില്ലേ? എത്രയോ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. കഴിഞ്ഞ നാളുകൾ അവിടെ ദൈവം നിനക്ക് വേണ്ടി കരുതിയില്ലേ? എല്ലാം തകർന്നു പോയി എന്ന് തോന്നിയ സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നില്ലേ? അവിടെയെല്ലാം കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് എല്ലാത്തിനും എല്ലാമായി പ്രവർത്തിച്ചെങ്കിൽ ആ ദൈവം ഈ ദിവസങ്ങളിൽ ഈ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നും വിട്ടിരിക്കുവാൻ യേശു മതിയായവനാണ്. അതാ ബൈബിൾ പറയുന്നു, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 10,000 തകർച്ചകൾ വന്നോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, നീ അവന്റെ കരങ്ങളില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ അവന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവവചനെ നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? വചനം സത്യമാ. ഈ ബൈബിളിനെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഈ ബൈബിളിനെ വായിച്ച് ധ്യാനിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ നിങ്ങൾക്ക് സമർപ്പിക്കാമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം അർത്ഥമുള്ളതായി മാറുവാനിടയായി തീരും. ഇവിടെ ഒരു സൈന്യം ദൂതന്മാർ യാക്കോബിന് ചുറ്റും വന്നിറങ്ങുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം കേൾക്കുന്ന ദൈവവചനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയാത്ത ദൈവ സാന്നിധ്യം നിങ്ങളെ പിന്തുടരുകയാ. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് വിശ്വസിക്കുവാൻ തയ്യാറായ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തും എവിടെയും തരുവാൻ കർത്താവ് നിനക്ക് മതിയായവനാൽ കൂടെ ഇരിക്കും. അവനൊന്ന് കണ്ടിട്ടാവുന്നു ചെയ്യുന്നത്. ഒന്ന് നിന്നെ വിട്ട് മാറണമെങ്കിൽ ഹല്ലേലൂയ മറ്റൊന്ന് കരുതി വെച്ചിട്ടാ ഒന്നും നിന്റെ നിന്നും അസ്തമിച്ചു പോകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് ഏലിയാവിന് വേണ്ടി കരുതിയത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ച് ദൈവം പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന വിടുതലിനെ നമുക്ക് കാണുവാൻ കഴിയും. ബന്ധിക്കപ്പെട്ട ഏത് കാരാഗ്രഹത്തിന്റെ അടിത്തറയിൽ നിന്നെ ബന്ധിച്ചിട്ടാലും പത്രോസിനെ കൊണ്ടുവരുവാൻ അവിടെയും ദൂതനെ അയച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പത്മോസിന്റെ ദ്വീപിലൂടെ കടന്നുപോയ യോഹന്നാനെ നോക്കിക്കേ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെയും എല്ലാം ശൂന്യമെന്ന് തോന്നി, എല്ലാം പരാജയമെന്ന് തോന്നി. രോഗം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് മരണമാണ് എന്ന് മുമ്പിൽ വിധി എഴുതി നീ ഇരുന്നാലും അവിടെയും ഇറങ്ങി വരും ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എല്ലാവരും മരിച്ച ശവശരീരങ്ങളെ കൊണ്ട് മൂടപ്പെട്ട പത്മോസിലും പത്രോസ് കണ്ടത് ദിവ്യ ദർശനങ്ങളെയാ. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം ദൈവമുന്നേ നീ ദർശനത്തോടെ പുറത്തു വരാൻ പോകുക. ദൈവവേല ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരെ നിങ്ങളുടെ വിളിയെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഉറപ്പാക്കുവാൻ തയ്യാറായ വെളിപ്പാടോടുകൂടെ നിങ്ങൾ പുറത്തു വരും. ദർശനത്തോടുകൂടെ നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ കാണുന്നത് കൊറോണയും പ്രതികൂലത്തെയും പ്രശ്നങ്ങളെ അല്ല. നിങ്ങൾ കാണുന്നത് നിങ്ങളെ തീച്ചുളയിൽ ദാനിയേലിനെ വിടുവിച്ച ദൈവത്തെയാ. കഴിഞ്ഞ നാളുകൾ ദൈവം നിങ്ങളെ നടത്തിയെങ്കിൽ ആ നടത്തിപ്പിനെ കണ്ട് നിങ്ങൾ ഒട്ടും പതറി പുറകോട്ട് മാറി ഇരിക്കേണ്ട. അതിൽ മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ രാജ്യം മാത്രമല്ല മുഴുവൻ ലോകവും കടന്നു വരാൻ പോകുക. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അടുത്തൊരു തലത്തിലേക്ക് ദൈവസഭ കുതിച്ചു വരികയും 1000ങ്ങളുടെ വർധനവിലേക്ക് ദൈവസഭ വളരുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്ന ദൈവ കുടുംബങ്ങൾ വളരും. ഈ കൊറോണയുടെ സീസണിലും ഓരോ കുടുംബങ്ങളിലും ദൈവീയ അനുഗ്രഹങ്ങൾ വന്നിറങ്ങും. പ്രശ്നങ്ങളല്ല നിങ്ങൾ കാണുന്നത്. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ സമൃദ്ധി കൊണ്ട് ഓരോ കരങ്ങളെ നിറയ്ക്കുവാനിടയാക്കിയും ഇന്ന് നിന്റെ കരം ശൂന്യതയെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ അകത്ത് കച്ചറയാണെങ്കിൽ കച്ചറ കണ്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. വിളിച്ചപേക്ഷിക്കാൻ നിനക്ക് ഉത്തരം തരുവാൻ ദൈവം മതിയായവനാണ്. ഏത് വിഷയങ്ങളുടെ നടുവിലും ദൈവത്തെ നോക്കി വിളിച്ചപേക്ഷിച്ചാൽ മരണം പോലും പേടിച്ചവനാണ് നമ്മുടെ ദൈവം. മരണത്തെ ജയിച്ചുകൊണ്ട് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഏക ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാ. യേശുവിന്റെ പുത്രന്മാരായി ജീവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. ഇന്ന് ശബ്ദം കേൾക്കുന്ന ദൈവവേദനെ ഈ ശബ്ദത്തിലേക്ക് നിങ്ങളെ ഇന്ന് ഈ സമയം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ ഏത് ജാതിയിലോ ഗോത്രത്തിലോ ഭാഷയിലോ നീ ജനിച്ചെന്ന് ദൈവത്തിന് പ്രശ്നമല്ല. ദൈവത്തിന്റെ സൃഷ്ടിയാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണോ സൃഷ്ടിച്ചവനെ ആരാധിക്കണം. സൃഷ്ടിയെയല്ലേ ആരാധിക്കേണ്ടത്. സൃഷ്ടിച്ചവനാണ് ദൈവം. നിനക്ക് പ്രാണവായു തന്നവനാണ് ദൈവം. ഈ മൂക്കിൽ നിന്നും വരുന്ന ശ്വാസം പോയാൽ ജീവിതം അസ്തമിച്ചു പോകും. ഈ ശ്വാസത്തിന്റെ ഉദയവൻ കൊറോണയല്ല. ശ്വാസത്തിന്റെ ഉദയവൻ നിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കിയ ദൈവമത്രേ. ആ ദൈവത്തെ നീ ആരാധിക്കാൻ സമർപ്പിക്കപ്പെട്ട നീ മാത്രമല്ല വിടുവിക്കപ്പെടുന്നത്. നിന്നിലൂടെ ഒരു സൈന്യം വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. ഒരു സമൂഹം വിടുവിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ നോക്കി നിലവിളിക്കുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവവൈദ്യനുണ്ടെങ്കിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആ പട്ടണം മുഴുവനും വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക രോഗികൾ സൗഖ്യമാക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായിത്തീർന്നു. കൊറോണ അല്ല, ഏത് രോഗത്തിനും യേശു മതിയായവനാണ്. ക്യാൻസറിനാൽ എത്രയോ ലക്ഷങ്ങൾ ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ട് പോകുന്നു. ഹല്ലേലൂയ. പല വ്യാധികളാൽ എത്രയോ പേർ
ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പുറത്തു പറയാൻ പറ്റാത്ത വേദനയാൽ മനം തകർന്നുകൊണ്ട് എത്രയോ പേർ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്ന് പറയുന്നത് ബൈബിൾ പറയുന്നു ഏക ഉത്തരം ക്രിസ്തുവ. ആ ക്രിസ്തുവിനെ ഇന്ന് പകൽക്കാലം നിന്റെ രക്ഷിതമായി സ്വീകരിക്കുവാൻ ആര് തയ്യാറാകുമോ അവരെ വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇവിടെ യാക്കോബിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൻ പോലും വിസ്മയിച്ചു പോയി. ഒരു സൈന്യം അവന്റെ മുമ്പിൽ വന്നിറങ്ങുന്നത്, സ്വർഗത്തിലോട്ട് കയറുന്നത്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട് കയറുകയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിനക്ക് നീ ഒന്ന് വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറായ ഒരു സൈന്യം നിന്റെ ചുറ്റും കടന്നു വന്ന് നിന്നെ ഏത് ചൂച്ചുളയിൽ നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. ഒരു വ്യക്തി മാത്രമല്ല, കഴിഞ്ഞ ദിവസം 1-ലധികം പേർ ഒരു വീട്ടിനകത്ത് 5 പേരും പനിയാല് വിട്ടുമാറി മാറി പ്രശ്നങ്ങളാ രോഗത്താല് 1-ലധികം ആഴ്ചകൾ ഭാരപ്പെട്ടിട്ടും അവർ ഭയപ്പെട്ടു പോയില്ല. പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും വിടുതലോടെ പുറത്തു വന്നു. ഹല്ലേലൂയ. ചുറ്റുപാട് പലരും കൊറോണയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അനേക കുടുംബങ്ങൾ വിടുവിച്ചുകൊണ്ടിരിക്കുകയാ. അത്ഭുത സാക്ഷ്യങ്ങൾ അനേകം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. രോഗികളാൽ തടവറയ്ക്കകത്ത് ഒതുക്കപ്പെട്ടവരായി കിടക്കുമ്പോൾ ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറാകുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞുള്ള ചെക്കപ്പുകൾ നടക്കുമ്പോൾ അവരുടെ രോഗമില്ലാതെ റിസൾട്ടുകൾ നോർമലായി അവർ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആരാ ഇറങ്ങി വിടിരിക്കുന്നത്? യേശുവ. അനുഭവത്തിലൂടെയാ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഇന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണോ? യേശുവിന് മാത്രമേ ഏത് പ്രശ്നങ്ങളും വിടുവിക്കുവാൻ യേശുവിന് കഴിയും. യേശുവിന് പ്രായമില്ല. ഹല്ലേലൂയ. പണം ഉള്ളവരെന്നോ കുറഞ്ഞവരെന്നോ യേശുവിനില്ല. ജാതിയും മതവും യേശു നോക്കുന്നില്ല. നിന്റെ ഹൃദയം ശുദ്ധ മനസ്സോടുകൂടി യേശുവപ്പ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നിനക്ക് തയ്യാറാണെങ്കിൽ അവൻ അവിടെ ഇറങ്ങി വരും. ഇവിടെ യാക്കോബ് ലൂസ് എന്ന പട്ടണത്തിൽ ഏകാന്തതയിൽ ദൈവമുഖം അന്വേഷിക്കുവാനിടയായി. ഒറ്റപ്പെട്ടു പോയി എന്നോർത്ത് ഭാരപ്പെട്ടില്ല. ആ അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ സൈന്യം അവന് വേണ്ടി ഇറങ്ങി. ഹല്ലേലൂയ. അവൻ പോലും വിസ്മയിച്ചു പോയി. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് താൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നീ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, ഏത് ഒറ്റപ്പെട്ട റൂമിനകത്തിരുന്നാലും, ഏത് ഭവനത്തിനകത്തിരുന്നാലും അവിടെ യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുവാനിടയായി തീരും. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നു, ദൈവമേ, ഈ അർദ്ധരാത്രിയിൽ സൂര്യൻ അസ്തമിച്ച സ്ഥാനത്ത് ഈ മരുഭൂമിയിൽ ഹല്ലേലൂയ ദൈവം ഇവിടെ ഉണ്ടെന്നത് ഞാൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അറിയാത്തതിനെ അറിയുന്നവനാണ് ദൈവം. ഇന്നലെ നിനക്ക് സംഭവിച്ചത് പലതും നീ അറിയാത്തതാ. ഹല്ലേലൂയ. നാളെ നിനക്ക് സംഭവിക്കാൻ പോകുന്നത് നീ അറിഞ്ഞതല്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം അറിഞ്ഞതാ. ദൈവം അറിഞ്ഞത് നിനക്ക് വെളിച്ചത്ത് കൊണ്ടുവന്ന് നീ നിനക്കത് അനുഭവിക്കണമെങ്കിൽ, നിനക്ക് നിന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ, ഹല്ലേലൂയ, അറിയേണ്ട സമയത്ത് നീ ദൈവത്തെ അറിഞ്ഞാൽ മതി. ഹല്ലേലൂയ. അവൻ പറയുന്നു, സത്യം ദൈവം ഈ സ്ഥലത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വാക്തത്വം ലഭിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിനെ വിടുവിക്കുവാൻ കഴിയുമെന്ന് പലപ്പോഴും പലരും അറിയുന്നില്ല. ഹല്ലേലൂയ. പലതിനും ആശ്രയിച്ചിട്ട് ആശ്രയങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവത്തെ വിളിക്കാറുണ്ട്. ഇന്ന് ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിനെ സകലതും അസ്തമിച്ചു പോയിട്ട്, സകല വഴികളും അടഞ്ഞിട്ട്, സകലതും പ്രതികൂലമെന്ന് തോന്നുമ്പോഴല്ലേ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ആരംഭത്ത്, ജീവിതത്തിന്റെ നല്ല കാലത്ത് ദൈവത്തെ നീ അന്വേഷിച്ചാൽ ഏത് പ്രതിസന്ധിയിലും ദൈവം നിന്നെ കരം പിടിച്ച് നടക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ സാന്നിധ്യത്തിലൂടെ നിനക്ക് യാത്ര ചെയ്യുവാനിടയായി തീരും. ഇവിടെ ഈ മരുഭൂമിയിലും ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന യാക്കോബ് ദൈവസന്നിധി ചില നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ഭക്തന്മാർ ചെയ്ത ഒരു വിഷയം നേർച്ചകൾ തീർന്നു നിവർത്തിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഇന്ന് പലരും പലതിന്റെ മുമ്പേ നേർച്ചകൾ കഴിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ 5 മെഴുകുതിരി കത്തിച്ച് വെക്കാം, ദൈവമേ ഇന്നത് ഒരു പരിഹാരം തരണമെന്ന് നേരുന്നത് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവവേദനെ മെഴുകുതിരി ഒരു നേർച്ചയല്ല. ബൈബിൾ പറയുന്നു, സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ഈ മെഴുകുതിരിയുടെ വെളിച്ചം ആവശ്യമില്ല. ഹല്ലേലൂയ. കല്ലിനെയും മണ്ണിനെയും കൊണ്ട് സത്യം ചെയ്യുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ഇതിനെയെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് കല്ലും മണ്ണും ആവശ്യമില്ല. ഹല്ലേലൂയ. സൃഷ്ടിയെ ആരംഭത്തെ ഞാൻ പറഞ്ഞു, സൃഷ്ടിച്ചവരെ നീ ആരാധിക്കണം. നേർച്ച എന്ന് പറഞ്ഞത് അവൻ തീരുമാനിച്ചു, ഞാനിരിക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി ഞാൻ ഉറക്കത്തിന് വേണ്ടി തലയാണയായി വെച്ച കല്ലിനെ ഒരാരാധനയെ ആദ്യമാക്കി പണിതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കാം. നോക്കിക്കേ, ഹല്ലേലൂയ. ആരാധനയിലാണ് ദൈവം ഇറങ്ങി വരുന്നത്.
ആമേ ഹല്ലേലൂയ. എന്തൊക്കെ നേർച്ച കാഴ്ചകൾ നീ കഴിച്ചാലും ആരാധന നിന്റെ ജീവിതത്തിൽ നേർച്ചയായി ആമേ എന്റെ ജീവിതം ഒരു ആരാധനയായി മാറ്റാം, ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റാം. ആമേ എനിക്ക് എത്ര തന്നെ സമയം ലഭിച്ചാലും, എന്തൊക്കെ തിരക്കുകൾ കൂടിയാലും, എന്തൊക്കെ ജോലികൾ ദൈവം എനിക്ക് തന്നാലും, ഞാൻ എവിടെയൊക്കെ എത്തിച്ചേർന്നാലും ആമേ എന്റെ ദൈവത്തെ വിട്ട് ഞാൻ മാറിപ്പോകത്തില്ല. എന്റെ ദൈവമേ, എന്റെ ആയുസ്സിൽ ഞാൻ ദൈവത്തെ ആരാധിക്കാമെന്ന് നിന്റെ ജീവിതത്തെ ഒരു നേർച്ചയായി ദൈവത്തിന് ആരാധനയ്ക്ക് വേണ്ടി നിന്റെ ഹൃദയത്തെ സമർപ്പിക്കാമോ? ആമേ ഹല്ലേലൂയ. എങ്കിൽ നിന്റെ ജീവിതം ലക്ഷ്യമുള്ളതായി തീരുവാനിടയായി തീരും. ഇതാ യാക്കോബ് പറയാണ്, ഇന്നലെ വരെ ആരാധിച്ച ആരാധനയോട് ഞാൻ തൃപ്തിപ്പെടുന്നില്ലോ അപ്പാ. ഈ കല്ല് ഇന്ന് രാത്രി ഞാൻ തലയിണയായി വെച്ച് ഉറങ്ങിയ ഈ കല്ല് ആമേ അങ്ങേക്ക് ഒരു ആരാധന ആലയം പണിയുവാൻ ഞാൻ ഉപയോഗിക്കാം. ഹല്ലേലൂയ. എവിടെയൊക്കെ അവസരം കിട്ടിയാലും ആരാധിക്കുന്നവനാണ് ദൈവപൈതൽ. സാഹചര്യങ്ങൾ ലഭിച്ചാൽ ആരാധിക്കുന്നതല്ല ആരാധന. ആമേ സാഹചര്യം എന്തെങ്കിലും അതിന്റെ നടുവിൽ ആമേ ആരാധനയ്ക്ക് സാഹചര്യം കണ്ടെത്തി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് ദൈവപൈതൽ. രോഗം വരുമ്പോൾ ആലയങ്ങളോ ആമേ സ്തോത്രം അടച്ചിടുന്നതല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന ആലയങ്ങൾ തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നതാണ് ആരാധന. ആമേ ഹല്ലേലൂയ. നേർച്ച എന്ന് പറയുന്നത് എന്റെ കേൾക്കുന്ന ദൈവപൈതലെ ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. ആരാധിക്കുമ്പോൾ നിന്റെ മരണം നിന്റെ വിട്ട് മാറിപ്പോകും. ആരാധിക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ നിന്നിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. ഒട്ടും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഏത് പ്രശ്നങ്ങൾ നിന്റെ ശരീരത്തിൽ ഇരുന്നാലും നീ കൈയടിച്ച് ആത്മനിറവിൽ അരമണിക്കൂർ നീ ആരാധിച്ചു നോക്ക്, 10 മിനിറ്റ് നീ ആരാധിച്ചു നോക്ക്. നിന്റെ ജീവിതത്തിൽ ചില മിനിറ്റുകൾ ആരാധനയ്ക്ക് വേണ്ടി മാറ്റി നോക്ക്. നീ ആരാധിച്ചിട്ട് പുറത്തിറങ്ങുന്നത് നീ മാത്രമല്ല, ഒരു സൈന്യം ദൂതന്മാർ നിന്റെ ആരാധനയ്ക്ക് ചുറ്റും ആമേ ഹല്ലേലൂയ കൈയടിച്ച് നിന്നെ സന്തോഷിപ്പിക്കുന്നത് കാണുവാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഭയന്നിട്ട്, കൊറോണയെ ഭയന്നിട്ട് ആരാധന ആലയങ്ങൾ അടച്ചിട്ട് കൊണ്ട് വീട്ടിനകത്തിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് വേണ്ടി നിങ്ങളുടെ ആരാധന ആലയങ്ങളെ തുറക്കൂ. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കൂ. ഇവിടെ യാക്കോബ് ഏത് പ്രതികൂലത്തിലും ഒരു ആരാധന ആലയം ഉണ്ടാക്കി ആരാധിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ഇന്ന് പലരും ഉള്ളതിനെ അടച്ചിടുവാൻ ശ്രമിക്കുമ്പോൾ ആമേ ഹല്ലേലൂയ രാജ്യത്തോട് നമുക്ക് വിളിച്ചു പറയാം, ആമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരണമോ? എല്ലാ ലോക രാജ്യങ്ങളുടെയും ആരാധന ആലയങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നിങ്ങൾ എവിടെ തുടങ്ങുമോ? ആമേ ഹല്ലേലൂയ. ആരാധന തുടങ്ങുമ്പോൾ ആമേ മഹാമാരി നമ്മെ വിട്ട് മാറിപ്പോകുവാനിടയാക്കി. പാപം പെരുകുമ്പോഴാണ് ആമേ ശാപം വർദ്ധിച്ചു വരുന്നത്, രോഗം വർദ്ധിച്ചു വരുന്നത്, മരണം വർദ്ധിച്ചു വരുന്നത്, കുടുംബങ്ങളിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത്, പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്. പ്രിയതയോനെ ആരാധിക്കുവാൻ നിന്റെ ജീവിതത്തെ മാറ്റിവെക്കാമെങ്കിൽ ഹല്ലേലൂയ ആമേ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനിടയായി തീരും. ഇതേ പുസ്തകം ഉൽപ്പത്തിയിൽ 28-ാം അധ്യായം ആരാധനയിൽ യാക്കോബ് ആമേ എല്ലാം അസ്തമിച്ചു പോയി, ജീവിതത്തിന്റെ സൂര്യൻ അസ്തമിച്ചു പോയി. ഇരുണ്ട അർദ്ധരാത്രി ജീവിതത്തിൽ വന്നപ്പോൾ, ആരാധന തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ആമേ ദൈവത്തിന്റെ ലക്ഷ്യം തന്റെ ജീവിതത്തിൽ നിറവേറുവാനിടയായിത്തീർന്നു. ആ അധ്യായത്തിൽ തന്റെ വാക്തത്വങ്ങളിലേക്ക് താൻ കടക്കുവാനിടയായിത്തീർന്നു. ആമേ അധ്യായം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അടുത്തൊരു 28-ാം അധ്യായം ഉണ്ടെങ്കിൽ അതിന്റെ ആരംഭവാക്യം പറയുന്നു, അവിടെ ഒരു ഉറവ തുറക്കുവാനിടയായിത്തീർന്നു. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ഉറവയാ തുറക്കുന്നത്. അമ്മ ആരാധിക്കുന്ന നീ മരണം കാണത്തില്ല, ആരാധിക്കുന്ന നീ പ്രശ്നത്തെ കാണത്തില്ല. ഒരു പക്ഷേ കുഞ്ഞെ പ്രശ്നം വരാം, ആ പ്രശ്നങ്ങളുടെ മീതെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് മുതൽക്കാലം ആരാധിക്കുന്ന മടി കാണിച്ച് ഭയന്നിട്ട് ആമേ ഹല്ലേലൂയ നിയമങ്ങളെ അനുസരിക്കണമെന്നുണ്ട് ഭയക്കുവാൻ പറയുന്നില്ല. ഭയക്കുവാൻ ആമേ യോഗ്യൻ യേശു മാത്രം. നീ ദേവേ ഹല്ലേലൂയ. കാരണം ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ നിത്യ അഗ്നിയിലേക്ക് തള്ളിയിടുവാൻ യോഗ്യനായവൻ യേശു മാത്രമെന്ന പുസ്തകം പറയുന്നത്. ഈ ബൈബിളിലെ ഓരോ വചനങ്ങളും നമ്മെ നിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കേൾക്കുന്ന ദൈവവൈദ്യരെ ഹല്ലേലൂയ ആമേ ഈ വചനം സത്യമാണെങ്കിൽ നീ ആരാധിച്ചു തുടങ്ങിയാൽ പ്രശ്നങ്ങൾക്ക് സഫലമാകുവാനിടയായിത്തീരും, മഹാവ്യാധി മാറിപ്പോകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആരാധന ആലയങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങൾ ആരാധിച്ചു തുടങ്ങുമ്പോൾ ആമേ നിന്നിൽ ഒരു അഭിഷേകത്തിന്റെ തീ കത്തുമ്പോൾ ആമേ കരിക്കട്ട പോലെ പ്രശ്നങ്ങളിലേക്ക് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ആത്മ പകർച്ച വരികയും അവരുടെ മേൽ നീയാത്മാവിന്റെ തീ കത്തുമ്പോൾ അവരും വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. അതാ പുസ്തകം പറയുന്നു, യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് മാറ്റം വരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ആമേ ഒരുത്തൻ ഒരു ആമേ പട്ടണത്തിലുണ്ടെങ്കിൽ ആമേ ന്യായവിധി ആ പട്ടണത്തിൽ നിന്ന് മാറിപ്പോകുവാനിടയായിത്തീരും. ഒരു പട്ടണത്തിൽ ഒരു ആരാധന ആലയം ഉണ്ടെങ്കിൽ ആലയത്തിന്റെ ചുറ്റും പ്രാർത്ഥിക്കുവാനും പാടുവാനും ദൈവത്തെ നിലവിളിക്കുവാനും തയ്യാറായ ആ പട്ടണം മുഴുവനും വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. ആമേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ പ്രാർത്ഥന കൊണ്ട് ആ ഭവനം മുഴുവനും വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ
പ്രശ്നങ്ങളുടെ മീതെ നമുക്ക് യാത്ര ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. ഉറവുകളെ തുറക്കുവാനിടയായി തീരും. മത്തായിയിലേക്ക് വരുമ്പോൾ, പുതിയ നിയമ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, പഴയ നിയമം മുഴുവനും ആരാധന കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ആരാധന കൊണ്ട് ശത്രുക്കളെ മുമ്പാകെ വിരുന്നൊരുക്കുവാനിടയായി തീർന്നു. ആരാധന കൊണ്ട് ജയം അവർക്ക് കിട്ടുവാനിടയായി തീർന്നു. ആരാധന കൊണ്ട് എരിഹോവിന്റെ മതിൽ തകരുവാനിടയായി തീർന്നു. ആരാധന കൊണ്ട് സെരുബ്ബാബേലിന്റെ മുമ്പിൽ ഇത്ര വലിയ പർവ്വതവും സമഭൂമിയായി മാറുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നിമിഷം ആരാധന നഷ്ടപ്പെട്ടിരിക്കുന്ന ദൈവവേദനെ ആരാധനയ്ക്ക് വേണ്ടി തുടക്കങ്ങൾ കുറിക്കുവാൻ ഇന്ന് പകൽ ആത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു. ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സ് വെച്ച് ആരാധിച്ചവന്റെ ഭവനം മുഴുവൻ പ്രാപിപ്പാനിടയായി തീരും. എല്ലാം പ്രതികൂലമായപ്പോൾ പത്രോസ് കാരാഗൃഹത്തിനകത്ത് ശീലാസം ആരാധിച്ചു. അവിടെ ചങ്ങലകൾ പൊട്ടി വീഴുവാനിടയായി തീർന്നു. അവിടെ അവർ രണ്ടുപേരെ ആരാധിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, ആ കാരാഗ്രഹത്തിൽ കിടന്ന മുഴുവൻ ആളുകളും സ്വാതന്ത്ര്യം പ്രാപിക്കുവാനിടയായി തീർന്നു. ദൈവവേദനെ മുഴുവൻ പേരും മുഴുവൻ രാജ്യവും ഹല്ലേലൂയ സ്വാതന്ത്ര്യം പ്രാപിക്കണമോ? ദൈവജനം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും തയ്യാറാകുമ്പോൾ രാജ്യങ്ങൾക്ക് വിടുതലുണ്ടാകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയുടെ ആരാധന ഒരു കുടുംബത്തിലെ സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഒരു പട്ടണത്തിലെ ഒരു സഭ ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ പട്ടണങ്ങൾ വിടുവിക്കപ്പെടുവാനിടയായി തീരും. മത്തായി 28 ലാസ്റ്റ് 20 കർത്താവ് തന്നെ പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അമ്മ കണ്ടാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ അടുത്ത് വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞെ നീ ഭീരുവായി കൊറോണ വരുമ്പോൾ സുവിശേഷത്തിന്റെ ശക്തിയെ കുറിച്ച് പുസ്തകം അടച്ച് വീട്ടിലിരിക്കാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിളിച്ചവൻ പറയുക, നിന്നെ ഒഴിവാക്കിയവൻ പറയുക, ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഏത് പ്രശ്നം നിന്റെ ജീവിതത്തിൽ വന്നാലും ആ പ്രശ്നങ്ങളുടെ നടുവിൽ വിടിവിക്കുവാന്ന് പറഞ്ഞവൻ കൂടെയുണ്ടെന്ന് വാഴ്ത്തുക്കം വന്നിട്ട് നിന്നെ പുറത്തിറക്കിയത്. വിളിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം, ആരംഭ പുസ്തകം, എല്ലാത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഹല്ലേലൂയ കല്ലെടുത്ത് വെച്ച് തൂണാക്കി ആരാധന ആലയം പണിത് ആരാധിച്ച യാക്കോബിന്റെ ആരാധന ഒരു ഉറവയിലേക്ക്, ഒരു സമൃദ്ധിയിലേക്ക്, പാരമ്പര്യമായി വലിയ ദൈവപ്രവൃത്തിയിലേക്ക് മുമ്പോട്ട് പോയെങ്കിൽ ഹല്ലേലൂയ അതേ പഴയ നിയമം മലാക്കി കൊണ്ട് അവസാനിപ്പിച്ചിട്ട് മത്തായി പുസ്തകം ആരംഭിക്കുന്നത് സുവിശേഷ പ്രസംഗവുമായി യേശുവിൻ്റെതായ ജനനം മുതൽ ക്രൂശീകരണം വരെ, ഉയർത്തെഴുന്നേൽപ്പ് മുതൽ സ്വർഗാരോഹണം വരെ, അതും കൂടെ അവസാനിക്കുന്നില്ല. കർത്താവിന്റെ വീണ്ടും വരെ പോലെ കുറിക്കുന്ന പുസ്തകമാണ് മത്തായി എഴുതിയ പുസ്തകം. ഈ മത്തായിയുടെ ആരംഭം 28 പറയുന്നു. അതിന്റെ അവസാന വാക്യം പറയുന്നു, കുഞ്ഞെ നീ ഒറ്റയ്ക്കല്ല നിന്നെ ഞാൻ വിളിച്ചത്, ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടി ഇരിക്കാം. നീ എന്താ ചെയ്യേണ്ടത്? ലോക സൃഷ്ടിയോട് സുവിശേഷം പറയണം. ഒരു പക്ഷേ നീ ഒരു പാസ്റ്റല്ലായിരിക്കാം, നീ ഒരു വിശ്വാസിയല്ലായിരിക്കാം. യേശുവിനെ കുറിച്ചുള്ള ചില വാക്കുകൾ, അനുഭവങ്ങൾ മാത്രമേ നിനക്കുണ്ടായിരിക്കാം. ഈ അനുഭവം നിനക്ക് മറ്റുള്ളവർ പറയുവാൻ തയ്യാറായ, ഈ അനുഭവം രോഗിയായ ഒരു വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, ബൈബിൾ പറയുന്ന യേശു നിന്നോട് കൂടെ ഇരുന്ന് വിടുവിക്കും. ഹല്ലേലൂയ. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നീ മറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും തീരുമാനമെടുത്ത് പുറത്തു വന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. ലോക അവസാനത്തോളം ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ദൈവം നിന്നെ നടത്തിയെങ്കിൽ, ഇന്ന് നടത്തിയെങ്കിൽ നാളെയും അവൻ നടത്താൻ മതിയായവനാണ്. നാളെയും അവൻ വിടുവിക്കുവാൻ മതിയായവനാണ്. ഒരു പക്ഷെങ്കിലും ഒരു പ്രതികൂലം വരട്ടെ, വന്നാലും അതിന്റെ നടുവിലും വിടുവിക്കുവാൻ യേശു ദൂതന്മാരെ നിനക്ക് വേണ്ടി ഇറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ജനിക്കുമ്പോൾ നീ എങ്ങനെ മരിക്കണമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം അറിയാതെ നിന്റെ ജീവൻ ഈ ലോകത്തൊന്നും പോകത്തില്ല. ഏത് പ്രശ്നങ്ങളിലൂടെ നടന്നു പോയാലും അത് നിന്നെ തൊടത്തില്ല. കുഷ്ഠരോഗം പോലെ മാരകമായ വ്യാധി പിടിച്ച വൃന്നങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് ആ വൃന്നത്തിൽ തൊട്ടതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ കുഷ്ഠരോഗം പോലുള്ള വ്യാധികൾ വരുമെന്ന്. കർത്താവ് ഇന്ന് വരെയും വരുവാൻ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ജയിലിനകത്ത് പോയി ജയിലിൽ കിടക്കുന്ന ബന്ധിക്കപ്പെട്ടവരോട് സുവിശേഷം പറയുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീവ്രവാദികൾ യേശുള്ളവരായി ജീവിക്കാൻ ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ മുട്ടുമടക്കിയിരുന്ന ദൈവത്തോട് നിലവിളിക്കുവാൻ അവസരം തന്നിട്ടുണ്ട്. ആർക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരൊക്കെ വിടുവിക്കപ്പെട്ട സാക്ഷ്യങ്ങളായി പുറത്തു വന്നിട്ടുണ്ട്. കാരണം ദൈവത്തിനൊന്നും അസാധ്യമായില്ല. ഹല്ലേലൂയ. ദൈവത്തിനെ ഇന്ന് ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നിനക്കൊരു വിശ്വാസം വേണം. നിന്നെ സൃഷ്ടിച്ചവനെ കുറിച്ചുള്ള ഒരു ഉറപ്പ് നിനക്ക് വേണം. ആ ഉറപ്പ് നിന്റെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. ഹല്ലേലൂയ. കണ്ടാലും ലോക അവസാനത്തോളവും
കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ആ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. വചനം നോക്കുമ്പോൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ അസാധ്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പുസ്തകം ഒരു വിഷയമില്ല. യേശുവിന്റെ അടുക്കൽ വന്നവരെ മരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഒരു സംഭവം പുസ്തകത്തിനകത്തില്ല. മരണമുണ്ട്, നിശ്ചയം, മരിക്കേണ്ട സമയത്ത് മരിക്കും. അത് കൊറോണ വന്നും മരിക്കും, കുഷ്ഠരോഗത്താലും മരിക്കും, പനി വന്നും മരിക്കും, ക്യാൻസറിനാലും മരിക്കും. സകല മനുഷ്യർക്കും മരിക്കുവാൻ ഒരു ദിവസം ദൈവം വച്ചിട്ടുണ്ട്. ആ സമയം എല്ലാവരും ഈ ലോകം വിട്ട് വായി പറഞ്ഞിട്ട് പോകും. പക്ഷെങ്കിൽ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ദൗത്യം എന്താ? തട്ടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അറിയാമെന്നുള്ള ദൈവവേദനെ നീ പ്രാർത്ഥിച്ചാൽ അവർ പുറത്തു വരും. അവരുടെ പാപത്തിന്റെ ചുഴിയിൽ നിന്നവർ വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. ഈ മഹാമാരിയിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എന്തെന്നറിയാതെ അനേകർ ഭീതിയാൽ അനേകം അറ്റാക്ക് പോലെ ഇന്ന് പലരും മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ? ഭയം നിമിത്തം. ഇന്ന് പകൽക്കാലം അവരോട് നമുക്ക് വിളിച്ചു പറയാം, ഭയത്തിന് അടിമയാകരുത്. ജീവനുള്ള കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ മുഖത്ത് നോക്കി നീ ജീവിക്കുവാൻ തയ്യാറായാൽ അവൻ നിന്നെ നടത്തുവാനിടയായിത്തീരും. സ്തോത്രം. പ്രശ്നങ്ങൾ കൊണ്ട് ഒരിക്കലും നിന്നെ നഷ്ടമാക്കി കളയത്തില്ല. ഏതൊരുവരെയും എങ്ങനെ എന്ത് സംഭവിച്ചാലും നിത്യത നഷ്ടപ്പെടാതെ ജീവിക്കണമെങ്കിൽ അത് യേശുവിടെ മാത്രമാണ്. അതിന് ഏകമാർക്കും കർത്താവായ യേശു ക്രിസ്തുവ. ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കപ്പെടുക. ദൈവത്തിൽ നിങ്ങൾ വിശ്വാസമുള്ളായിരിക്കുക. ബൈബിൾ പറയുന്നു, ലോക അവസാനത്തോളം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം, ശക്തിയോടെ ദൈവവചനം പ്രസംഗിക്കാം, ശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. ഈ നാളുകളിൽ ഒരു വലിയ സൈന്യം ദൈവത്തെ മുമ്പോട്ട് വരാൻ പോകുക. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേക യേശുവിനെ എന്റെ മക്കളായി തീരാൻ പോകുക. ഹല്ലേലൂയ. മുഴു ലോകത്തെയും ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നേടാം. ദൈവത്തിന്റെ മക്കളായി പാപത്തിന്റെയും പൈശാചിന്റെയും പിടിയിൽ നിന്ന് ഒരു സൈന്യത്തെ വിടുവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിച്ച ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, നല്ല സമയത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വാക്തത്വമുള്ള യാക്കോബിനും സ്തോത്രം എല്ലാം അസ്തമിച്ചു പോയി നിമിഷങ്ങൾ കടന്നു വരുവാനിടയായി. എന്നാൽ ആ സമയത്തും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ദൂതന്റെ കരസ്പർശനം അനുഭവിക്കുവാൻ സൈന്യത്തെ തന്റെ കണ്ണുകൊണ്ട് കാണുവാൻ തനിക്ക് ഭാഗ്യം കൊടുത്തു. തന്റെ ജീവിതം ഒരു ആരാധനയായി മുമ്പോട്ട് പോകുവാനിടയായി തീർന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ ശബ്ദത്തിന്റെ മുഴുവിൽ ലോകരാജ്യം മുഴുവനും ദൈവത്തെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യത്തോടുകൂടി പുറത്തു വരുന്ന കർത്താവേ, ആരാധനയ്ക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിക്കപ്പെടട്ടെ. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാം നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദത്തെ ഏറ്റെടുത്ത് ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ആശ്വാസം പകരുന്ന ദൈവത്തിന്റെ കരുതലുകളെ അനുഭവിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവർക്ക് കൃപ പകരേണ്ടതിനായി നന്ദി പറയുന്നു. ഈ സുവിശേഷം ശ്രദ്ധിക്കുന്ന ലോകരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവീയ അനുഗ്രഹങ്ങളെ പകരമാറാകണമേ. ഭയത്തെ ഇന്ന് സമയം പുറത്താക്കുമാറാകണം. ഭയത്തേക്കാൾ ദൈവത്തെയും ദൈവവചനത്തെയും ഭയക്കുവാൻ, ദൈവത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവം വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവീയ വിടുതലുകൾ അനുഭവിപ്പാൻ ദൈവാത്മാവെ എന്ന് സഹായിക്കേണ്ടതിനായി നന്ദി പറയുന്നു. മുഴുവൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവീയ വിടുതലോടെ അവർ പുറത്തു വരട്ടെ. സ്തോത്രം. തീയിടുമ്പോൾ വിലയേറിയ വസ്തുവായി പുറത്തു വരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ മുഴു ലോക രാജ്യങ്ങളും അടുത്തൊരു ലെവലിലേക്ക് വളരെ വ്യത്യാസത്തോടുകൂടി നിയമങ്ങൾക്ക് പോലും വ്യത്യാസം വരുത്തിക്കൊണ്ട് രാജ്യങ്ങൾക്ക് പോലും വ്യത്യാസം വരുത്തിക്കൊണ്ട് കുടുംബങ്ങൾക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങളിലൂടെ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവോചന ശബ്ദം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വം കർത്താവ് യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.